വിശ്വാസം എന്നുള്ള വാക്ക് നമ്മൾ വളരെയധികം കേട്ട് പരിചയപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഫെയ്ത്ത്. നമുക്കറിയാം, ദൈവമായിട്ട് ഒരു മനുഷ്യനെ കണക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ദൈവം, വലിയവനായ ദൈവവും മനുഷ്യനും തമ്മിൽ ഉണ്ടാകുന്ന കണക്ഷൻ, നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന റെസ്പോൺസാണ് വിശ്വാസം. വിശ്വാസത്താലാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നത്. എബ്രായലേഖനത്തിൽ നമ്മൾ 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഹീബ്രു ചാപ്റ്റർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. താങ്ക് യു. നമ്മളിവിടെ വായിക്കുന്നത്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ആംപ്ലിഫൈഡ് ബൈബിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇറ്റ് ഈസ് ബട്ട് വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു വാക്ക് വിത്ത് ഗോഡ്. ദൈവത്തോടു കൂടെ നടക്കുവാൻ, ദൈവമായിട്ടുള്ള കൂട്ടായ്മ ആചരിക്കുവാൻ, ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് നിലനിർത്തുവാൻ വിശ്വാസം കൂടാതെ സാധ്യമല്ല എന്നാണ് നമ്മൾ കാണുന്നത്. വിശ്വാസമാണ് നമ്മളെ ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുറന്ന് വായിക്കും, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള ബൗദ്ധികമായ ഒരു അറിവ് മാത്രമാണോ? നിരീശ്വരവാദികളൊക്കെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ദൈവം ഇല്ല എന്നുള്ളതാണ്. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മതിയോ? ദൈവം ഉണ്ടെന്ന് ലോകത്തിലുള്ളൊരു ബഹുഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞു, ദൈവത്തിന് അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക. ദൈവം ജീവിക്കുന്നു, കർത്താവ് രാജാവായി വാഴുന്നു, അവിടുന്ന് സിംഹാസനത്തിൽ വാണരുളുന്നു, സകലത്തെയും നിയന്ത്രിക്കുന്ന കർത്താവ് ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊരു വിശ്വാസമാണ് ദൈവം ഉണ്ട് എന്ന് പറയുന്നത്. എൻ്റെ സാഹചര്യങ്ങളോ നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. പല വിധത്തിലുള്ള വിഷമങ്ങളിലൂടെ, സന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നവരായിരിക്കും. പക്ഷെ ഒരു കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകണം, എൻ്റെ കർത്താവ് ജീവിക്കുന്നു, അവിടുന്ന് രാജാവായി വാണരുളുന്നു. അതാണ് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക മാത്രമല്ല, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. ഹീ ഈസ് ദ റിവാർഡർ ഓഫ് ദോസ് ഹു ഡെലിജൻ്റ്ലി സീക്ക് ഹിം. ആത്മാർത്ഥതയോടെ കർത്താവിനെ ഗൗരവത്തോടെ അന്വേഷിക്കുന്ന ഓരോരുത്തർക്കും പ്രതിഫലം നൽകുന്ന ദൈവമാണെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തുവാ? ദൈവത്തെ ആശ്രയിക്കുന്നവർ, ദൈവത്തെ വിശ്വസിക്കുന്നവർ, ദൈവത്തിന് പറഞ്ഞ അവരൊരു നാളും ലജ്ജിച്ചു പോകുകയില്ല. കാര്യം, തന്നെ അന്വേഷിക്കുന്നവരെ, ഡെലിജൻ്റായിട്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുന്ന ദൈവമാണെന്നുള്ളതാണ്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ വിശ്വാസത്തിൻ്റെ വിവിധ അളവുകളെക്കുറിച്ച് വിവിധ തരത്തിലുള്ള തൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ചിലരോട് പറഞ്ഞു, നമുക്ക് മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യത്തിൽ കാണുന്നത് എന്താണ്? പിന്നെ അവൻ, മാർക്ക് ചാപ്റ്റർ 4:40, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. കർത്താവ് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, നിങ്ങൾക്ക് ഇപ്പോഴും ഡു യു സ്റ്റിൽ ഹാവ് നോ ഫെയ്ത്ത്? വിശ്വസിക്കേണ്ടവരാണ്, കർത്താവിൻ്റെ കൂടെ നടന്നവരാണ്, കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ കണ്ടവരാണ്. പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ എന്ത് ചെയ്തു? അവരുടെ വിശ്വാസത്തിൻ്റെ ലെവല് 0 ലെവലായി. വിശ്വാസം ഇല്ലാത്തവരായിരുന്നില്ല, വിശ്വാസമുണ്ടായിരുന്നു, പേര് വിശ്വാസികളെന്നാണ് അല്ലേ. പക്ഷേ കർത്താവ് ചോദിക്കുക, നിങ്ങൾ വിശ്വാസമില്ലാത്തവരായോ? ഡു യു സ്റ്റിൽ ഹാവ് നോ ഫെയ്ത്ത്? ഇത്രയും നാളും ഇത്രയും ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ വിശ്വാസത്തിൽ 0 ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു ഭാഗത്ത് മത്തായി സുവിശേഷം 14:33 പത്രോസിനോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഒന്ന് വായിക്കാമോ? മാത്യു ചാപ്റ്റർ 14:31. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവിടെ നമ്മൾ പത്രോസിനോട് പറയുന്ന ഒരു വേദഭാഗമാണ്, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? നീ എന്തിന് സംശയിച്ചു? കർത്താവ് ഒരു കൂട്ടരോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം 0 ആണെന്ന് പറഞ്ഞു. പത്രോസിന് പറയാം, നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എന്താണ്? നീ അല്പവിശ്വാസി, മാൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. അതൊരു മറ്റൊരു പത്രോസിനോട് പറയാം, നീ എൻ്റെ കൂടെ നടന്നു, 3.5 വർഷം എൻ്റെ കൂടെ നടക്കുന്നു, അത്ഭുതങ്ങൾ കാണുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് നീ മനസ്സിലാക്കുന്നു, പക്ഷേ നിൻ്റെ വിശ്വാസം എന്താ മാത്രമേ ഉള്ളൂ? അല്പവിശ്വാസം, ലിറ്റിൽ ഫെയ്ത്ത്, മാൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. മൂന്നാമതൊരു കാര്യം കാണുന്നുണ്ട്, നമ്മൾ മത്തായി സുവിശേഷം 9:28 നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് നോക്കിയാട്ടെ. യേശു ക്രിസ്തു 2 കുരുടന്മാരോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, ഓവ് കർത്താവേ എന്നവർ പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കണം. അവർ പറഞ്ഞു, നിനക്ക് സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു.
അവർ പറഞ്ഞു, ഓ കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം പോലെ. അപ്പം അടുത്ത ഗ്രേഡാണ്. ആദ്യം നമ്മൾ കണ്ടു നോ ഫെയ്ത്ത്, പിന്നീടുള്ള സ്റ്റേജാണ് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസം. ഇവിടെ പറയുകയാണ് വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണ് നമ്മൾ കർത്താവ് പറയുന്നതുകൊണ്ട് 2 പേരോട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം വലിയത്, യു ഹാവ് ഗ്രേറ്റ് ഫെയ്ത്ത്. 2 പേരോട് പറഞ്ഞു. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 പേരും യഹൂദ പശ്ചാത്തലത്തിലുള്ളവരായിരുന്നില്ല. ഒരു സെഞ്ചൂറിയൻ, ഒരു ശതാധിപനും മറ്റൊരു കാനനേറ്റ് വുമണും, കനാന്യ സ്ത്രീയും. അവർ 2 പേരും യഹൂദന്മാരുടെ സിസ്റ്റത്തിൽ ജീവിച്ചവരല്ല, ന്യായപ്രമാണത്തിന് അവർക്ക് അതിൽ ഉള്ളവരല്ല, അബ്രഹാമിൻ്റെ സന്തതികളായിരുന്നില്ല, വിശ്വാസ പ്രവാചകന്മാരുടെ സ്ക്രിപ്ചറൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യം ചെയ്തു. ഈ ജൂവിഷ് കമ്മ്യൂണിറ്റിയുടെ പുറത്തായിരുന്നെങ്കിൽ അവർ യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട്, കർത്താവ് സർവശക്തനാണെന്ന്, അവൻ സർവ്വവ്യാപിയാണ്, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവമാണ്, മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവാണ്, അവൻ അസാധ്യമായതൊന്നുമില്ലെന്ന് അവരങ്ങ് വിശ്വസിച്ചു. വലിയ പരിജ്ഞാനമോ സ്കോളേഴ്സ് ഒന്നും ആയിരുന്നില്ല, പണ്ഡിതന്മാരൊന്നും ആയിരുന്നില്ല. പക്ഷേ അവർ ദൈവത്തിൽ അങ്ങ് വിശ്വസിച്ചു, കർത്താവിൽ വിശ്വസിച്ചു. കർത്താവ് അവരോട് പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ വിശ്വാസം വലുത്. കർത്താവ് ആശ്ചര്യപ്പെട്ടെന്ന് നമ്മളവിടെ വായിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് വരാൻ മുമ്പ് നമ്മളൊരു കാര്യം ഓർക്കുക. ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുൻപാകെ നിൽക്കും. നമ്മൾ ഏത് തരത്തിൽ ആണ് പ്രതികരിക്കുന്നത്? നമ്മൾ ആ വിശ്വാസമില്ലാത്ത 0 ലെവലാണോ, അതോ ലിറ്റിൽ ഫെയ്ത്ത് ആണോ, അതോ നമുക്ക് വിശ്വാസമുണ്ടോ, അതോ വലിയ വിശ്വാസമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. പഴയ നിയമത്തിൽ നമ്മൾ എസെക്കിയേൽ പ്രവാചകൻ്റെ ഒരു അനുഭവം നമ്മൾ വായിക്കും. 37-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എസെക്കിയേലിനെ കർത്താവ് ഒരു താഴ്വരയുടെ നടുവിൽ നിർത്തി എന്ന് നമ്മളവിടെ വായിക്കുന്നത്. അവിടെ കാണുന്ന ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം, പ്രതികൂലമായ സാഹചര്യം, നിഷേധാത്മകമായ ഒരുപാട് സാഹചര്യത്തിന് നടുവിൽ പ്രവാചകനെ ദൈവം കൊണ്ട് നിർത്തിയിട്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടുത്തെ എന്താണ്? അതൊരു താഴ്വരയായിരുന്നു. അവിടെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്ന അവ എത്രയും അധികമായിരുന്നു. അത് മാത്രമല്ല അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. ഒരു വിധത്തിലും ഉണങ്ങിയ അസ്ഥികൾ, ധാരാളമായ അസ്ഥികൾ, താഴ്വര, അധികമായ ക്വാണ്ടിറ്റി, ഇതിൻ്റെ എല്ലാം നടുവിൽ പ്രവാചകൻ നിൽക്കുമ്പോൾ ദൈവം അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. കർത്താവ് ചോദിക്കുന്നത് എസെക്കിയേലിനോട് ചോദിക്കുക. അത്രയും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ, ഒരു പ്രതീക്ഷയോ ഒരു പ്രചോദനമോ ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, പ്രവാചക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നോക്കുമ്പം പ്രതീക്ഷയ്ക്കുള്ള ഒന്നും അവിടെ കാണുന്നില്ല. കംപ്ലീറ്റായിട്ട്, പൂർണ്ണമായിട്ട് പ്രതികൂല സാഹചര്യമാണെങ്കിലും താൻ ഒരു കാര്യം ആ സമയത്ത് ഒരു പക്ഷേ ഓർക്കുകയാണ്, കർത്താവേ, ഈ അസ്ഥികൾ എല്ലാം ഉണങ്ങിയതാണ്, ധാരാളമായിട്ടുണ്ട്, ഇത് താഴ്വരയാണ്, പ്രതികൂല സാഹചര്യമാണ്. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, നീ അത്ഭുതവാനായ ദൈവമാണ്, ചെങ്കടലിനെ വിഭാഗിച്ച കർത്താവാണ്, സൂര്യനെ നിർത്തിയ ദൈവമാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. തൻ്റെ മറുപടിയാണ് നമുക്ക് അതിനെ തുടർന്ന് താഴെ കാണുന്നത്. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന്. നീ അറിയുന്നു. അത് ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ഓ സോവറിൻ ലോർഡ്, യു നോ ഇറ്റ്. പരമാധികാരിയായ ദൈവം. തൻ്റെ മറുപടി ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവമേ, എൻ്റെ മുൻപിൽ ഹ്യൂമൻലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. മാനുഷികമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഡ്രൈ ബോൺസ്, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നീ സർവശക്തനായ ദൈവം, യു ആർ എ സോവറിൻ ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഉണങ്ങിയ അസ്ഥികൾ പോലെ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത, ഇനിയും നമ്മളങ്ങ് വിട്ടുകളയുന്ന അവസരങ്ങളുണ്ടല്ലേ. ചിലരാളുകൾ പറയാനുണ്ട്, ഇനിയിപ്പോൾ ഇതൊന്നും നടക്കാനുള്ള സാധ്യതയൊന്നുമില്ല, പ്രതീക്ഷയൊക്കെ അങ്ങ് പോയി, ഒത്തിരി നാൾ പ്രാർത്ഥിച്ചു. ചിലർ പറയാണ്ട്, ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെയെങ്കിലും അങ്ങ് പോയാൽ മതി അല്ലേ. കോംപ്രമൈസിങ് ലെവലിലേക്ക് വരുന്നവരാണ്. എന്നാൽ ദൈവഭക്തൻ പറയാണ്, കർത്താവേ, ദിസ് ഈസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ബിഫോർ മീ, ബട്ട് യു നോ എവ്രിതിങ്. നീ എല്ലാം അറിയുന്നു, നീ സർവശക്തനായ ദൈവമാണ്, നിനക്ക് അസാധ്യമായതൊന്നുമില്ല എന്ന് പറഞ്ഞു. തുടർന്ന് സംഭവിക്കുമ്പോൾ കാണിക്കുന്നു, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു മുഴക്കം കേട്ടു, ഭൂകമ്പം ഉണ്ടായി, അസ്ഥിയോട് അസാധ്യമായ കാര്യമാണ്, പക്ഷെ തൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ട്. കർത്താവ് അവനോട് ചോദിച്ചു, അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ഭക്തനോട് ചോദിച്ചു, നീ എന്തു പറയുന്നു, ഇത് സംഭവിക്കുമോ? അവൻ്റെ മറുപടി, കർത്താവേ, നീ സർവശക്തനായ ദൈവമാകുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവമക്കളെ, ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പക്ഷേ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ,
നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. തനിക്ക് അസാധ്യമായ ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുമെങ്കിൽ ആ അത്ഭുതകരമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കും. നമുക്കറിയാം, ദൈവമാണ് എല്ലാം നിശ്ചയിക്കുന്നത്, പ്രാർത്ഥന കേൾക്കുന്നത്, മറുപടി തരുന്നത്, ഏത് മറുപടിയാണ് തരേണ്ടതെന്നുള്ള ദൈവമാണ് നിശ്ചയിക്കുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ആ നോ ഫെയ്ത്ത്, ലിറ്റിൽ ഫെയ്ത്ത് അവസ്ഥയിൽ ഇരിക്കുവാനല്ല ദൈവമക്കളെ, വിശ്വാസത്തോടെ വലിയ വിശ്വാസമുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. അത് തന്നെയാണ് കർത്താവ് ആ കുരുടന്മാരോട് ചോദിച്ചത്. എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ എനിക്ക് കഴിയും, പക്ഷെ നിനക്ക് അത് എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നത്, ഉണങ്ങിയ അസ്ഥിയാണ് നിൻ്റെ മുമ്പിലുള്ളത്, പ്രതിസന്ധി തരണം ചെയ്യത്തില്ലെന്നാണ് നീ വിശ്വസിക്കുന്നത്, ചിന്തിക്കുന്നത്, പക്ഷേ നീ വിശ്വസിക്കുന്നുണ്ടോ എനിക്കത് ചെയ്യുവാൻ കഴിയുമെന്ന്? കർത്താവിനോട് നമ്മൾ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞാൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2 പേരോട് കർത്താവ് നിങ്ങളുടെ വിശ്വാസം വലിയത് എന്ന് പറഞ്ഞുവല്ലോ. എന്താണ് അതിൻ്റെ കാരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും. മത്തായി സുവിശേഷം 8-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് നമ്മൾ സെഞ്ചൂറിയനെ കുറിച്ച് കാണുന്നത്, ശതാധിപനായ മനുഷ്യനെക്കുറിച്ച്. അതൊന്ന് വായിക്കാമോ? 8:5. കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നുവെന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതിന്റെ 13-ാം വാക്യം വായിച്ചിട്ട്, പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. കർത്താവ് അതിൻ്റെ 10-ാം വാക്യം കേട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. സാധാരണക്കാരനായ യഹൂദനല്ല, യഹൂദ പ്രമാണങ്ങളില്ല, ന്യായപ്രമാണമില്ല, അബ്രഹാമിൻ്റെ സന്തതിയല്ല, പ്രവാചകന്മാരില്ല, ഒന്നുമില്ലാത്തൊരു ജാതീയനായ മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറയാണ്. ദൈവം പറയുന്നു, ഞാൻ ഇത് കേട്ട് യേശു അതിശയിച്ചു. ജീസസ് വാസ് അമേസ്ഡ്, അസ്റ്റോണിഷ്ഡ്. എന്താ പറയുന്നത്? ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്വന്തം ജനത്തിന് സാധിക്കാതിരുന്ന കാര്യം നമ്മൾ മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ കർത്താവ് ശുശ്രൂഷിച്ചു. 6:1 വായിക്കുന്നത്, തൻ്റെ പിതൃ നഗരത്തിൽ കർത്താവ് ചെന്നു. മാർക്കോസ് 6:1 നമ്മൾ വായിക്കുന്നുണ്ട്. മാർക്ക് ചാപ്റ്റർ വേഴ്സ്. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പിതൃ നഗരത്തിൽ ചെന്ന്. അവിടെ എന്താ സംഭവിച്ചത്? പിതൃ നഗരത്തിൽ വന്നു. സ്വന്തക്കാരെ, സ്വന്തം ജനം, യഹൂദന്മാരെ, പ്രമാണമുള്ളവരെ, ന്യായപ്രമാണമുള്ളവരെ, പ്രവാചകന്മാരെ നൽകിയപ്പെട്ട അബ്രഹാമിൻ്റെ സന്തതികൾ, അവരുടെ നടുവിൽ കർത്താവ് വന്നിട്ട് അവൻ അവിടെ ആശ്ചര്യപ്പെടുന്നതായിട്ട് 6-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്തുകൊണ്ട്? അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ഒരിടത്ത് ജാതീയനായ മനുഷ്യൻ, ഒരു പ്രമാണമില്ലാത്ത മനുഷ്യൻ്റെ വിശ്വാസം കണ്ട് ദൈവം കർത്താവ് ആശ്ചര്യപ്പെടുമ്പോൾ ഇത് തൻ്റെ സ്വന്തം മക്കൾ, തന്നോട് കൂടെ നടന്നവർ, പ്രവാചകന്മാരുള്ള അവരുടെ അവിശ്വാസം കണ്ടിട്ട് ദൈവം കർത്താവ് അവിടെയും ആശ്ചര്യപ്പെടുകയാണ്. എന്താ ആശ്ചര്യപ്പെടാൻ കാര്യം? നമ്മൾ വായിക്കുന്നത്, അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി, പലരും കേട്ട് വിസ്മയിച്ചു. കർത്താവിൻ്റെ ഉപദേശമൊക്കെ നല്ലത്, അത് സൂപ്പർ മെസ്സേജാണെന്ന് പറഞ്ഞല്ലേ. എന്തുവായിരുന്നു നല്ലേ. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, കേൾക്കുമ്പോൾ നല്ല രസമാണ്, പക്ഷേ അവർ ഉപദേശം കേട്ട് വിസ്മയിച്ചു. പിന്നീട് നമ്മൾ അവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികൾ എന്തുവാ ഇത്ര അത്ഭുതങ്ങൾ നടക്കുന്നതെല്ലാം അവർ ഗ്രഹിച്ചു. പക്ഷേ എങ്കിലും നമ്മൾ വായിക്കുന്നത്, എങ്കിലും അവർ അവനിൽ ഇടറിപ്പോയി എന്ന് വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമ്മൾ മെസ്സേജ് കേൾക്കുന്നുണ്ട്, ഈ മെസ്സേജ് നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ നാളുകളായിട്ട് കേൾക്കുന്നുണ്ട്, യൂട്യൂബിലൂടെ കേൾക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കർത്താവേ, നമ്മൾ അവനിൽ ഇടറിപ്പോകുന്നവരാണോ, ഒഫൻഡഡ് ആകുന്നവരാണോ, നമ്മൾ അവനെ സംശയിക്കുന്നവരാണോ എന്ന് നമ്മൾ നോക്കണം. കർത്താവിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല, ദൈവപ്രവൃത്തിക്ക് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. നമ്മളിലുണ്ടായിരിക്കുന്ന ആ ലിറ്റിൽ ഫെയ്ത്ത്, ആ വിശ്വാസം, അതുമൂലം എന്ത് സംഭവിച്ചെന്ന് അവരുടെ അവിശ്വാസത്താൽ അവിടെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കും. ഇതാരാ? തൻ്റെ സ്വന്തം ജനം. ദൈവമക്കളെ, നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മളും ഇതൊക്കെ കാണുന്നവരാണ്, വർഷങ്ങളായിട്ട് ഇതിലൊക്കെ പോകുന്നവരാണ്. പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുൻപാകെ നമുക്കൊരു വിശ്വാസമുണ്ട്. കർത്താവേ, നീ മതിയായവൻ, നീ എന്നെ സൗഖ്യമാക്കുവാൻ മതിയായവൻ, എൻ്റെ വിഷയത്തിന് മറുപടി തരുവാൻ നീ വിശ്വസ്തൻ എന്ന് നമുക്കൊരു ഉറപ്പുണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ കാണുന്ന ചില ക്വാളിറ്റീസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം അവൻ്റെ ഹ്യൂമിലിറ്റി ആയിരുന്നു, അവൻ്റെ താഴ്മ. നമ്മളത് വായിക്കുന്നുണ്ട്.
ഇവനൊരു ജാതീയ മനുഷ്യനാണ്. യഹൂദന്മാരും ജാതികളും തമ്മിൽ വലിയ അന്തരമുണ്ട്. യഹൂദന്മാർക്ക് ജാതികളോട് വളരെ പുച്ഛമായ ഒരു മനോഭാവമാണുള്ളത്. ഇതെല്ലാം ആയിരുന്നു നമ്മൾ ലൂക്കോസ് സുവിശേഷം ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ് ഇവൻ യഹൂദന്മാർക്കൊരു പള്ളി പണിഞ്ഞു കൊടുത്തു നമ്മൾ വായിക്കുന്നുണ്ട്. ഹി ബിൽറ്റ് എ സിനഗോഗ് ഫോർ ജൂവിഷ് പീപ്പിൾ. തന്നോട് ശത്രുതയുള്ളവരാണെങ്കിലും തന്നോട് വ്യത്യസ്തമായ മനോഭാവം പുലർത്തുന്നവരാണെങ്കിലും അവരെയും സ്നേഹിക്കുവാനുള്ളൊരു മനസ്സ് ഈ മനുഷ്യനുണ്ടായിരുന്നു. നമുക്കത് സാധ്യമാണോ? വീണ്ടും നമ്മൾ കാണിക്കുന്നത് താനൊരു വലിയ മിലിറ്ററി ഓഫീസറാണ്. ശതാധിപൻ എന്ന് പറയുമ്പോൾ 100 പേരുടെ ഒരു ഇൻചാർജായ മനുഷ്യനാണ്. ഈ മനുഷ്യൻ 100 പേരുടെ ഇൻചാർജ് ആണെങ്കിലും തൻ്റെ വീട്ടിൽ തൻ്റെ മോനോ മോക്കോ അല്ല അസുഖം വന്ന്. ആർക്കാ വന്നത്? തൻ്റെ വീട്ടിലെ ദാസൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അടിമ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. കടയിൽ നിന്ന് സാധനം മേടിക്കാൻ കിട്ടുന്നത് പോലെ കിട്ടുന്നതാണ് അടിമകളെ. എന്നാൽ അതിലൊരുവൻ രോഗിയായി കഴിഞ്ഞപ്പോൾ താൻ മൈലുകൾ സഞ്ചരിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് ദൈവത്തോട് തൻ്റെ ആ വിഷയം പറയുകയാണ്. കർത്താവേ, എൻ്റെ ദാസൻ ദിവസങ്ങളായി ദീനമായി കിടക്കുന്നു എന്ന് പറയുന്നല്ലേ. ആ ഒരു മനോഭാവം നമ്മൾ നോക്കുക. വീണ്ടും കർത്താവ് പറഞ്ഞു, ഓക്കെ, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് യേശു അവൻ്റെ കൂടെ പോകാൻ തുടങ്ങുമ്പോൾ അവൻ്റെ മറുപടി അതെന്താണ്? കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഐ ആം അൺവർത്തി ലോഡ്, ഐ ആം നോട്ട് വർത്തി. കർത്താവേ, യേശു അവൻ്റെ വീട്ടിലേക്ക് പോകാമെന്നുള്ളത് വലിയ കാര്യമായിട്ട് ആഘോഷിക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ അവൻ പറയുക, കർത്താവേ, അങ്ങ് പരിശുദ്ധനും നിത്യനുമായ ദൈവമാണ്, ഞാൻ എളിയവനാണ് കർത്താവ്, എൻ്റെ അടുക്കൽ വരുവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. ഫീലിംഗ് ഓഫ് അൺവർത്തിനെസ്. കർത്താവ് തന്നെ താൻ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു ദാസനുണ്ടെന്നിരിക്കട്ടെ, അവൻ പകൽ മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജോലിയെല്ലാം ചെയ്ത് വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മൾ പറയുമോ, നീ ഇത്രയും കഷ്ടപ്പെട്ടാല്ല, നീ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചോളാൻ പറയത്തില്ല. നീ വേഗം എനിക്ക് ബാക്കിയുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ പറയാം. അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം വൃത്തിയാക്കി പാത്രമെല്ലാം കഴുകി വച്ചിട്ട് വേണമെങ്കിൽ കിടന്നോളാൻ പറയും അല്ലേ. എന്നിട്ട് കർത്താവ് പറയാണ് ലൂക്കോസ് 17:9, ലൂക്ക് ചാപ്റ്റർ 17:9. തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. We are unprofitable servants, we have done that which it was our duty. അല്ലേ. കർത്താവ് പറയാ, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവമേ കോളർ പിടിച്ചിട്ട് ഞാൻ വലിയ കാര്യം ചെയ്തു എന്ന് പറയുന്നവരോടാണ് കർത്താവ് പറയുന്നത്. ഇതെല്ലാം ചെയ്തിട്ടും പറയുന്നത് ഞാൻ എ പേഴ്സൺ ഓഫ് അൺവർത്തി, ഞാൻ അൺപ്രോഫിറ്റബിളാണ് കർത്താവേ, ഞാൻ അയോഗ്യനാണെന്നുള്ള ആ മനോഭാവം ദൈവം മുൻപാകെ നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവമാണ്. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാനോ അങ്ങയുടെ അടുക്കൽ വരുവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല കർത്താവേ. ആ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ ആ വലിയ വിശ്വാസത്തിൻ്റെ ഉടമയായി തീരുവാൻ സാധിക്കത്തുള്ളൂ. പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് എന്തോ ഒരു ഗമയാണ് നമുക്കല്ലേ, പിന്നെ തറയിലങ്ങ് നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ട്. പണ്ട് ഉപദേശിയെന്നും സുവിശേഷം എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ വിവരം അറിയും. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ പോലും പോരാ, റെവറൻറ്റ്, മോസ്റ്റ് റെവറൻറ്റ്, റൈറ്റ് റെവറൻറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലേ ഇന്ന് ആളുകൾക്ക് തൃപ്തിയാവുന്നുള്ളൂ. ദൈവവചനം പറയുന്നു, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഉദാഹരണമുണ്ട്. ദൈവമേ, നിൻ്റെ അടുക്കൽ വരുവാൻ, നീ എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന ആ മനോഭാവം. കൺവെൻഷൻ സ്ഥലങ്ങൾക്ക് പോയാൽ ഇനി കളത്തി പറഞ്ഞില്ലെങ്കിൽ, ഉയർത്തി പറഞ്ഞില്ലെങ്കിൽ പിന്നെ അന്ന് അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ലല്ലേ. രാഷ്ട്രീയക്കാരാണെങ്കിൽ ഒരാളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പാർട്ടി വിട്ടുപോകാൻ തന്നെ തോന്നുന്നവരാണ്. ഇതെല്ലാം നമ്മുടെ നടുവിൽ നടക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ കാണുന്ന ഉദാഹരണം എന്താ? കർത്താവേ, ഞാൻ എന്ത് തന്നെ മനുഷ്യർ എന്നെക്കുറിച്ച് പറഞ്ഞാലും നിൻ്റെ മുൻപാകെ ഐ എം എ ടോട്ടലി ആൻ അൺവർത്തി പേഴ്സൺ കർത്താവേ എന്ന് പറയാൻ നമുക്കുണ്ടാകുന്ന മനസ്സാണ്. പത്രോസിനെ കുറിച്ച് നമുക്കറിയാം. പത്രോസിൻ്റെ അടുക്കൽ യേശു ഉയർത്തെഴുന്നേറ്റ് പോയി. പത്രോസ് പിന്നെയും തൻ്റെ പഴയ പണിക്ക് പോയി, മീൻ പിടിക്കാൻ പോയി. അവിടേക്ക് തന്നെ തേടി കർത്താവ് വരികയാണ്. കർത്താവെന്ന് അറിഞ്ഞില്ല, യേശുവാണെന്ന് അറിഞ്ഞ സമയത്ത് ഹലോ എന്ന് പറഞ്ഞാൽ പോവല്ല, എന്തോ ചെയ്തേ, അവനെടുത്ത് കടലിലേക്ക് ചാടി എന്നാണ്. അവൻ്റെ മുൻപാകെ നിൽക്കുവാനുള്ള ആ യോഗ്യത തനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് പത്രോസിന് 2 പത്രോസിന് നമ്മൾ വായിക്കുന്നുണ്ട് 1:19 ചിലരെ കുരുടൻ ഹ്രസ്വ ദൃഷ്ടിയുള്ളവൻ പത്രോസ് വിളിക്കുന്നു. ആരെ വിളിക്കുന്നത് അറിയാമോ? അതായത് തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനെയാണ് വിളിക്കുന്നത്. ദൈവം എൻ്റെ അകൃത്യങ്ങൾ എത്രമാത്രം അകൃത്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതെല്ലാം ക്ഷമിച്ചു എന്ന് ഓർമ്മയില്ലാത്തവനെ പത്രോസ് വിളിക്കുന്ന പേര് കുരുടൻ, ഹ്രസ്വദൃഷ്ടിയുള്ളവൻ എന്നാണ്. ദൈവമക്കളെ,
നമ്മളെ തന്നെ ദൈവത്തിൽ ഒന്ന് പരിശോധിക്കുക. കർത്താവേ, എനിക്ക് ആ ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിലുണ്ടോ? ഞാൻ അൻവർത്തിയാണ് കർത്താവ്, അതിൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന ഒരു താഴ്മ നമുക്കുണ്ടെങ്കിൽ ആ താഴ്മ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഈ മനുഷ്യന് മറ്റ് പ്രത്യേക ഒരു യോഗ്യത എന്നിൽ കാണാൻ വളരെ ഹമ്പിളായിരുന്നു. കർത്താവേ, ഞാനിതാ അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യതയില്ല, നീ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്നൊരു ബോധ്യം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മൂന്നാമത് നമ്മൾ കാണുന്നത് ഹീസ് എ മാൻ അണ്ടർ അതോറിറ്റി. എന്താ വായിക്കുന്നത്? ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. അധികാരമുള്ള മനുഷ്യൻ എന്നല്ല താൻ പറഞ്ഞു, ഞാനും അധികാരമുള്ളവെന്നല്ല, ഞാനും അധികാരത്തിന് ഐ ആം എ പേഴ്സൺ അണ്ടർ അതോറിറ്റി. സെഞ്ചുറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100 പേര് തൻ്റെ കീഴിലുണ്ട്. ആ 100 പേരോടും താൻ പറഞ്ഞ അതുപോലെ പോകാമെന്ന് പറഞ്ഞാൽ അവർ പോകും, വരാൻ പറഞ്ഞാൽ വരും, ഇന്നത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും. കാര്യം എന്താ? താൻ അധികാരത്തിന് കീഴിൽ, തൻ്റെ മുകളിൽ ആളുകളുണ്ട്, തന്നെ സൂപ്പർവൈസ് ചെയ്യുവാൻ, തനിക്ക് ഇൻസ്ട്രക്ഷൻ തരുവാൻ അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കുമ്പോഴാണ് തനിക്ക് അധികാരമുള്ളതല്ലേ. അധികാരമുണ്ട്, ശക്തിയുണ്ട്, രണ്ടും രണ്ടാ. വലിയൊരു 40 ഫീറ്റ് കണ്ടെയ്നർ, 40 അടിയുടെ വലിയ കണ്ടെയ്നറുമായിട്ടൊരു ട്രക്ക് ഇങ്ങോട്ട് വരുന്ന കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു. ഒരു കൊച്ചു പോലീസുകാരൻ ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ ആ വണ്ടി അവിടെ നിൽക്കും. പോലീസുകാരന് ശക്തി ഉണ്ടായിട്ടാണോ? പോലീസുകാരൻ എന്താ ഉള്ളത്? അധികാരം അല്ലേ. ദൈവം മക്കളെ, നമുക്കും ദൈവം തന്നിരിക്കുന്ന അധികാരമാണ്. നമുക്ക് മുകളിൽ ദൈവം തന്നിരിക്കുന്ന അധികാരം ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തിയില്ല. പക്ഷേ അധികാരം നമുക്കുണ്ടാണെങ്കിൽ നമ്മൾ എന്താണ്? അധികാരത്തിന് കീഴിലായിരിക്കണം. 1 കൊരിന്ത്യർ 11:3 പൗലോസ് ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത്, ഏത് പുരുഷൻ്റെയും എന്താണ് ഓരോരുത്തൻ്റെയും അധികാരം അവിടെ വരുന്നത്? ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്. നമ്മൾ ഒത്തിരി പത്സനവും പോരാട്ടവും ഒക്കെ നടത്തുമ്പോഴും നമ്മൾ ഓർക്കണം, ആർ വി അണ്ടർ അതോറിറ്റി? അധികാരത്തിന് കീഴിലാണോ എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അബ്രാഹ്യം 13:17 വായിക്കണം, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. ഈ സെഞ്ചൂറിയൻ, ഈ ശതാധിപൻ ദൈവത്തെ എങ്ങനെയാ അതിശയിപ്പിച്ചത്? ഒന്ന്, തനിക്കൊരു ബോധമുണ്ടായിരുന്നു, കർത്താവേ ഞാൻ അൺവർത്തിയാണ്, ഞാൻ അയോഗ്യനാണ് കർത്താവേ. രണ്ടാമത് താൻ പറഞ്ഞു, ഐ ആം എ മാൻ അണ്ടർ അതോറിറ്റി. നമ്മളും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുമ്പോഴാണ് നമ്മുടെ മേലും ആ അധികാരം വ്യാപിക്കും. പിശാചിന് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, നമ്മളിലുള്ള അധികാരം പോകുന്ന എപ്പോഴാണെന്ന് പിശാചിന് അറിയാം. എപ്പോഴാണ്? നമ്മൾ അധികാരത്തോട് മറുതലിക്കുമ്പോൾ, നമ്മളെ ദൈവം നമ്മുടെ മുമ്പിൽ ആക്കിയിരിക്കുന്ന ആ അധികാരത്തിന് നമ്മൾ കീഴ്പ്പെടാതിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് അധികാരം പോകും. അതുകൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്നത്, പ്രശ്നങ്ങളുണ്ടാകുന്നത്. കുടുംബത്തിലായാലും സഭയിലായാലും നമ്മളത് വ്യക്തമായി മനസ്സിലാക്കണം. രണ്ടാമത്തെ വ്യക്തിയാണ് ഒരു കനാന്യ സ്ത്രീയെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കാം. കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയാം. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ഗലീല എന്ന് പറഞ്ഞ സ്ഥലത്ത് മിനിസ്ട്രി ചെയ്യുന്ന സ്ഥലം, ജൂവിഷ് കോളനിയാണ്, യഹൂദന്മാരുടെ സ്ഥലമാണ്. അവിടെ ഈ സ്ത്രീ അവിടേക്ക് കടന്നു വരികയാണ്. കർത്താവ് അവിടെ ഉണ്ടെന്നറിഞ്ഞ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അതിൻ്റെ 15-28 അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? മാത്യു 15:28. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. കർത്താവ് ഇവിടെയും പറയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം, ഇതും ഒരു യഹൂദ പശ്ചാത്തലത്തിലുള്ള സ്ത്രീ അല്ല, ജാതീയ സ്ത്രീയാണ്. പല നെഗറ്റീവ് സൈഡുകൾ അവൾക്കുണ്ട്. പക്ഷേ കർത്താവ് പറയണ, ഓ വുമൺ, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്. ചെറിയ വിശ്വാസം എന്നല്ല, അല്പവിശ്വാസം എന്നല്ല, നിൻ്റെ വിശ്വാസം വലിയത് എന്ന് പറയുന്നു. എന്താണ് ഈ സ്ത്രീയുടെ വിശ്വാസം നമുക്ക് പഠിക്കുവാൻ എന്നൊക്കെ കാര്യം? ഒന്നാമത്തെ കാര്യം, ഷീ ഹാഡ് ആൻ പെർസിസ്റ്റൻസ് ഇൻ വർഷിപ്പ്. ആരാധനയിൽ താൻ ഉറച്ചു നിന്നു, അല്ലേ? ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ, ഒരു കൺസിസ്റ്റൻസി തന്നിലുണ്ടായിരുന്നു. ഒന്നാമത് കാണുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ എന്തോ ചെയ്തേ? എന്നാൽ അവൾ വന്ന്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു നമ്മൾ വായിക്കുന്നത്. മർക്കോസ് സുവിശേഷം 7-ാം വായിക്കുന്നത്, ഷീ ഫെൽ ഓൺ ജീസസ് ഫീറ്റ്. യേശുവിൻ്റെ കാൽക്കൽ അവൾ വന്ന് വീണ് കർത്താവിനെ നമസ്കരിച്ചു. ദൈവം മുമ്പാകെ വീണ് കർത്താവിനെ ആരാധിക്കുവാൻ. തൻ്റെ സാഹചര്യം ഒന്നും അനുകൂലമായിരുന്നില്ല. എല്ലാം ഞാൻ ശരിയായിട്ട് കർത്താവിനെ ആരാധിക്കാമെന്നല്ല അവൾ പറഞ്ഞ്. എൻ്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിലും കർത്താവെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന പോലെ വലിയ
ഈർണം അടിച്ചു പോകുന്ന രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നതല്ല ആരാധന. ദൈവമക്കളെ ഓർക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് കർത്താവെ എൻ്റെ സാഹചര്യം ഏതു തന്നെയായാലും ഐ ചൂസ് ടു വർഷിപ്പ് യു, നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം കഴിയുന്നതാണ് ശരിയായ ആരാധന. യോബ് തൻ്റെ ജീവിതത്തിലുള്ള സകലതും നഷ്ടപ്പെട്ടു. എല്ലാം പോയപ്പോൾ താൻ വിഷമിച്ചിരുന്നെന്നല്ല വായിക്കുന്നത്. എന്ത് ചെയ്ത? താൻ സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ് ശരിയായ വർഷിപ്പ്. ഏത് സാഹചര്യത്തിലും കർത്താവെ അങ്ങ് അർഹിക്കുന്ന അവൻ്റെ സന്നിധിയിൽ വീണ് അങ്ങേ നമസ്കരിക്കുന്നു എന്ന് പറയുവാൻ, അതാണ് ഈ സ്ത്രീ ഒന്നാമത് ദൈവത്തെ ആരാധിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് അവിടെ വിശ്വാസത്തിൽ അവൾ ഉറച്ചു നിന്നു. ഒത്തിരി നെഗറ്റീവ് സൈഡ് ഉണ്ടായിരുന്നു അവൾക്ക്. ഒന്ന്, അവിടെ ഒരു ജെൻഡയിൽ വുമണാണ്. യഹൂദന്മാരുടെ അടുക്കൽ വരാനുള്ള യാതൊരു അർഹതയും അവൾക്കില്ല. പബ്ലിക് അസോസിയേഷൻ സ്ത്രീകൾക്ക് ആണുങ്ങൾ നിൽക്കുന്നിടത്ത് വരാനുള്ള പെർമിഷനൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു കനാന്യ സ്ത്രീ, യഹൂദന്മാരുടെ ബദ്ധവൈരികളായ കനാന്യരിൽ നിന്നുള്ള ഒരു സ്ത്രീയായിരുന്നു. ഇതെല്ലാം അവൾക്ക് എഗൻസ്റ്റായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിലും അവൾ എന്ത് ചെയ്തു? അവൾ വിശ്വസിച്ചു, കർത്താവിൽ വിശ്വസിച്ചു. എല്ലാ സാഹചര്യങ്ങളും എതിരായി നിൽക്കുമ്പോഴും കർത്താവിനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂ കേൾക്കുകയായിരുന്നു. ഒരു കൈ രണ്ടും നഷ്ടപ്പെട്ട ഒരു മാഷ്, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ സൺഡേ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ യേശുവിനെ എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടു നടന്ന ആളാണ്. പക്ഷേ ഇത്രയും പ്രശ്നം വന്നപ്പോൾ ഞാൻ യേശുവിനെ എടുത്ത് വെളിയിൽ അങ്ങ് വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആ വിശ്വാസത്തിൽ നിന്ന്, ഇതല്ല ദൈവമക്കളെ, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിനെ സ്നേഹിക്കുവാൻ വിശ്വസിക്കുവാൻ കഴിയുന്നതാണ് ശരിയായ വിശ്വാസം. മൂന്നാമത് നമ്മൾ കാണുന്നു പെർസിസ്റ്റൻസ് ഇൻ പ്രെയർ. പ്രാർത്ഥനയിൽ അവൾ ഉറച്ചു നിന്നു. ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. നമ്മൾ വായിക്കുന്നത്, നിലവിളിച്ച് പറഞ്ഞു എന്നെ സഹായിക്കണമേ എന്ന് ഉത്തരം പറഞ്ഞു. അവളൊന്നും നിർത്തിയില്ല, പ്രാർത്ഥന അവസാനിപ്പിച്ചില്ല. പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടെങ്കിലും അവൾ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല. കർത്താവ് പറഞ്ഞാൽ അതാ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്ര വിഷയങ്ങളൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ട് ദൈവമക്കളെ. പ്രാർത്ഥിച്ചോ ഇനിയിപ്പം അത് നിർത്തിയേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇവൾ അങ്ങനെയല്ലായിരുന്നു. അവിടെ അപേക്ഷ അവസാനത്തോളം അവൾ അതിൽ തന്നെ നിന്നു. പിന്നെ പ്രതികൂല സാഹചര്യങ്ങളിൽ അവൾ പെർസിസ്റ്റൻ്റാണ്. ഒത്തിരി നെഗറ്റീവ് വശങ്ങൾ മുമ്പ് പറഞ്ഞ ഉണ്ടായിരുന്നു. ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഒരു ഫേവറബിൾ വെൽക്കം ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ശിഷ്യന്മാർ അടുക്ക വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്ന അവളെ പറഞ്ഞയക്കണം. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ ഒരു ശല്യം, കുറേ നേരമായിട്ട് നിലവിളിച്ചുകൊണ്ട് ഒന്ന് ഒഴിവാക്കി തരണേ എന്ന് കർത്താവിനോട് പറയുന്നു. ചുറ്റുമുള്ളവർ നമ്മളെ ഡിസ്കറേജ് ചെയ്ത് നിൽക്കാൻ ദൈവമക്കളെ, നമ്മളെ നിരാശപ്പെടുത്തുന്നിരിക്കാം. പക്ഷേ അവൾ അവിടെ വിട്ടുകളഞ്ഞില്ല. 12 വർഷമായിട്ട് രക്തസ്രവം ഉണ്ടായിരുന്ന സ്ത്രീയുടെ കാര്യം നമുക്കറിയാം. അവൾക്കുണ്ടായിരുന്നതെല്ലാം ചിലവഴിച്ചു, പല വൈദ്യന്മാരുടെ പോയി, എങ്ങും അവൾക്ക് സൗഖ്യം കിട്ടിയിട്ടില്ല. ഇനിയിപ്പം ഇതായിരിക്കും ദൈവഹിതം, ഞാൻ അങ്ങ് പോകാമെന്ന് അവൾ ചിന്തിച്ചില്ല. അവൾ യേശു വരുന്നുണ്ടെന്ന് കേട്ടു. അവൻ്റെ അടുക്കൽ പോയാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ ഉറച്ചു. കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയി, കർത്താവിൻ്റെ വസ്ത്രത്തിന് തങ്കൽ തൊട്ടു. യേശു അവളെ സൗഖ്യമാക്കി. കർത്താവ് പറയുന്നു, മകളെ ധൈര്യപ്പെടുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മനുഷ്യരുടെ മുൻപാകെ ഒത്തിരി നെഗറ്റീവ് സൈഡിലൂടെ നമ്മൾ പോകുമ്പോഴും ദൈവമക്കളെ ഗീവപ്പ് ചെയ്യാനല്ല, പേഴ്സിസ്റ്റൻ്റ് ആയി നിൽക്കുക, ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സ്ത്രീയോട് പറഞ്ഞത് നിൻ്റെ വിശ്വാസം വലുതെന്ന് പറഞ്ഞ്? മൂന്നാമത് റിജക്ഷൻ, തിരസ്കരണം. പല ഭാഗത്തുനിന്ന് അവൾക്ക് തിരസ്കരണം ഉണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ആദ്യമേ കർത്താവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ലെന്ന് അവിടെ എഴുതിയേക്കുന്നത്. യേശു സൈലൻ്റ് ആയിരുന്നു. ഇന്നലെ രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടു, ഈ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു അനുഭവമുണ്ട് ദൈവസന്നിധിയിൽ. യെസുമല്ല, നോയുമല്ല, വെയിറ്റുമല്ല, കർത്താവ് സൈലൻ്റ് ആയിരിക്കുന്നൊരനുഭവം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തുവാ ആ സമയത്ത്? ശിഷ്യന്മാർ അവളെ റിജക്റ്റ് ചെയ്തു, ഇവിടെ പറഞ്ഞു വിടാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. സ്ത്രീയെ നിൻ്റെ അടുക്കൽ വരാനും അങ്ങനെ ഒന്നും ഇല്ല എന്ന് കർത്താവ് നെഗറ്റീവായിട്ട് അവൾക്ക് തോന്നത്തക്ക രീതിയിൽ അവളോട് ചോദിച്ചു. മാത്രമല്ല, യഹൂദന്മാർ മറ്റു ജാതികളെ വിളിക്കുന്നൊരു പേരുണ്ട്, നായ്ക്കുട്ടികൾ എന്ന അർത്ഥത്തിൽ വരുന്ന പേരിൽ വരെ അവളെ അഭിസംബോധന ചെയ്തു. പക്ഷേ നമ്മൾ ബൈബിൾ വായിക്കുന്ന, ലജ്ജ കൂടാതെ മുട്ടിക്ക് നിമിത്തം എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവൾ അവിടെ ഇത്രയും നെഗറ്റീവ് സാഹചര്യമാണെങ്കിലും അവളെ വിശ്വാസം തള്ളിക്കളഞ്ഞില്ല. ഉറപ്പുള്ള വിശ്വാസത്തോടെ അവിടെ നിന്നു. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് പെർസിസ്റ്റൻസ് ഇൻ ഹ്യൂമിലിറ്റി. താഴ്മയുള്ളവളായിരുന്നു. ശതാധിപൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, കർത്താവേ എന്നെ സഹായിക്കണമേ എന്നൊക്കെ പറഞ്ഞു. അവൾ പറഞ്ഞു നായ്ക്കുട്ടി എന്ന് പറഞ്ഞപ്പോഴും, കർത്താവേ നായ്ക്കുട്ടികൾ ഉടയവരുടെ മേശയിൽ നിന്ന് വരുന്ന നുറുക്കുകൾ തിന്നുന്നുവല്ലോ എന്ന് പറഞ്ഞു.
ഭൂമിയോളം തന്നെ താഴ്ത്തി. വലിയ ഡിമാൻഡൊന്നും ദൈവം ഭാഗം വെച്ചില്ല. ചിലർ പ്രാർത്ഥിക്കുന്ന കേട്ട് കഴിഞ്ഞ് ഇന്ന് തന്നെ നീ ചെയ്തു തരണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവിടെ അങ്ങനെയല്ല കാണുന്നത്. അവൾ താഴ്മയോടെ ദൈവസന്നിധിയിൽ ചെന്നു. ദൈവമക്കളെ, ഞാൻ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയട്ടെ. എന്താണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്? എന്താണ് നമ്മുടെ ഏത് ലെവലിലുള്ള ഫെയ്ത്താണ് നമുക്കുള്ളത്? ലിറ്റിൽ ഫെയ്ത്ത് ആണോ? നോ ഫെയ്ത്ത് ആണോ? അതോ സാധാരണ വിശ്വാസമാണോ? അതോ വലിയ വിശ്വാസമാണോ? നമ്മളൊന്നാമത് കണ്ടത് തൻ്റെ അൺവർത്തിനെസ്സിനെ കുറിച്ച്. അവെയർനെസ് ഓഫ് അവർ അൺവർത്തിനെസ് ഗീവ്സ് അസ് ഹ്യൂമിലിറ്റി. നമ്മൾ കർത്താവെ അഹങ്കരിക്കാൻ നമുക്കൊരു പ്രമാണമില്ല. നമ്മളെ തന്നെ കർത്താവെ ഇതിന് മുമ്പാകെ നിൽക്കുവാൻ ഞാൻ അയോഗ്യയാണെന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മളെ താഴ്മയിലേക്ക് നമ്മളെ നയിക്കും. അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തേയില്ല. മാത്രമല്ല, ദൈവം എന്നെ ആക്കിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് അധികാരമുണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കണം. തിരസ്കരണവും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സാഹചര്യത്തിന് മുൻപാകെ തള്ളിക്കളയാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കാൻ തക്കോണം സാധിക്കണം. ദൈവം ചിലപ്പോൾ നമ്മളോട് സൈലൻ്റായി നിൽക്കുമ്പോഴും വിട്ടുകളയാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ തക്കോണം സാധിക്കണം. ആരാധനയിൽ നമ്മൾ അചഞ്ചലമായി നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് ഉറപ്പോടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൊണ്ട് സാധിക്കും. അങ്ങനെ ചെയ്യുമെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് സാധാരണ വിശ്വാസമല്ല, ലിറ്റിൽ ഫെയ്ത്ത് അല്ല, വലിയ വിശ്വാസമുള്ളവരായി ഉണങ്ങിയ അസ്ഥികൾ പോലെയുള്ള ജീവിത അനുഭവങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ നിശ്ചയമായും ദൈവം നമ്മളെ സഹായിക്കും. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.